അപ്പം എനിക്കൊരു സംശയം എന്താ ഉള്ളത്, പട്ടിയെ പിടിക്കാൻ വരുമ്പോൾ പട്ടിയെ പിടിച്ചകത്തിട്ട് ഞങ്ങൾ എല്ലാവരെയും അകത്തിടുമ്പോൾ അവിടെ എന്തെങ്കിലും രഹസ്യ ബിസിനസ് വല്ലതും ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കടിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ആരുത്തരം പറയും? എനിക്കൊരു മോനേ ഉള്ളൂ, ആരുത്തരം പറയും? ഇതിലെ വരാൻ പറ്റില്ല. ഇതിൽ ആ വീട്ടുകാർ ഇവിടെ ഉണ്ട്, ഈ മോളിൽ അപ്പുറത്തൊരു വീടുണ്ട്, അവിടെ ഇതേപോലെ ഇഷ്ടം പോലെ പട്ടികളുണ്ട്. രാത്രിയൊക്കെ ഇതിലെ വരുമ്പോൾ ഭയങ്കര പാടാണ്. നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ, അല്ല കൊച്ചു കുട്ടിയെ പോലും പോവാൻ പറ്റാത്ത രീതിയാണ് ഇപ്പം. സംസാരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവർ ആക്രോശിച്ചുകൊണ്ട്, നീ ആരടാ ഇതൊക്കെ പറയാം, നീ ഇവിടുത്തുകാരനേടാ എന്ന് പറഞ്ഞ് അസഭ്യം, ഈ നമ്മുടെ ഒരു പൊതുസമൂഹത്തിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള അസഭ്യ വാക്കുകളൊക്കെ തന്നെ അവർ പ്രയോഗിച്ചു. നമസ്കാരം. ഒരു കൂട്ടം തെരുവ് നായ്ക്കളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനുള്ളത് കരമന ഇല്ലങ്കം ശ്രീദേവി നഗറിന്റെ D ബ്ലോക്കിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ നാട്ടുകാരടക്കം ഈ തെരുവ് നായ്ക്കളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രശ്നത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം കണ്ടെത്താനാകുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ ചാനലിലേക്ക് വിളിക്കുന്നത്. ഞാനുള്ളത് കരമന ഇല്ലങ്കത്തെ ശ്രീദേവി നഗറിന്റെ D ബ്ലോക്കിലാണ്. ഈ നാട്ടുകാർ ഒന്നടങ്കം തെരുവ് നായ്ക്കളെ ഇവിടെ പ്രദേശവാസിയായ ഒരു സ്ത്രീ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രശ്നം നടന്നിരിക്കുന്നു. ഏതായാലും ഈ ഒരു പ്രശ്നത്തിൽ ഇരയായ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ വലിയ രീതിയിൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. തെരുവുനായയുടെ കടിയേറ്റതല്ല, തെരുവുനായയെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ താമസിക്കുന്ന ഒരു സ്ത്രീ, അവരുടെ ഭർത്താവുമായി ഉണ്ടായ ചില പ്രശ്നങ്ങൾ ഇത് വലിയ രീതിയിലുള്ള കയ്യാങ്കളിയിലേക്ക് മാറുന്നു. ഈ നാട്ടുകാരൊന്നടങ്കം തെരുവ് നായ്ക്കളെ ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലതവണ പരാതി നൽകിയിരുന്നു, പലതവണ പരാതി പറഞ്ഞിരുന്നു, എന്നിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ നാട്ടുകാരൊന്നടങ്കം ഈ തെരുവ് നായ്ക്കളെ നീക്കം ചെയ്യാനുള്ള നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഏതായാലും ഇവരോട് ചോദിക്കാം എന്താണ് ഇവിടെ നിലനിൽക്കുന്ന പ്രശ്നം. ഓക്കെ, ഇവിടുത്തെ ഒരു ഭിന്നശേഷിക്കാരിയായിട്ടുള്ള ഒരു ചേച്ചിയാണ്. ചേച്ചി ഇത് ഈ വണ്ടിയിലാണല്ലേ? ഈ വണ്ടിയിലാണ് ഞാൻ പോണത്. ഇവിടെ ഞാൻ താമസിക്കുകയാണ് ശ്രീദേവി നഗറിൽ. എൻ്റെ വീട് ഇവിടെയാണ്. ഞാൻ ഇതിലൂടെ പോയിട്ട് ഏകദേശം ഒരു 4-5 വർഷമായി. പേടിച്ചാണ്. എൻ്റെ ഈ വണ്ടി കാണുമ്പോഴത്തേക്ക് സൈഡിലാണ്. എനിക്ക് പെട്ടെന്ന് ഓട്ടിച്ച് പെട്ടെന്ന് പോകാൻ പറ്റും, ബാക്കിൽ കൂടെ ഓടി വരും. കടിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ആരുത്തരം പറയും? എനിക്കൊരു മോനേ ഉള്ളൂ, ആരുത്തരം പറയും? നമ്മൾ കടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാവലിരിക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, സംഭവിക്കുന്നതിന് മുമ്പ് നോക്കാം. നമ്മളിതില് ഡെയിലി ഉച്ചയ്ക്കും വൈകുന്നേരം വരുമ്പോഴത്തേക്ക് വാനിന്റെ തന്നെ ചാടയാണ് വണ്ടി. പട്ടികൾ ചാടിക്കൊണ്ടിരിക്കും. കുട്ടികളെ ഇറക്കുന്ന സ്ഥലമാണ്. കുട്ടികൾ ഇറങ്ങുന്ന സ്ഥലമാണ്. നമ്മൾ എത്ര കുട്ടികളാണ് നിൽക്കുന്നത് അതിന്റെ അകത്ത്. അവരെ ആരും ശരിക്കും പറഞ്ഞാൽ സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇതിലെ വരാൻ പറ്റില്ല. ഇതിൽ ആ വീട്ടുകാർ ഇവിടെ ഉണ്ട്, ഈ മോളിൽ അപ്പുറത്തൊരു വീടുണ്ട്, അവിടെ ഇതേപോലെ ഇഷ്ടം പോലെ പട്ടികളുണ്ട്. രാത്രിയൊക്കെ ഇതിലെ വരുമ്പോൾ ഭയങ്കര പാടാണ്. എന്റെ ബാക്കിൽ കൂടെ ഒന്ന് പട്ടി കടിച്ചപ്പോഴത്തേക്ക് അവർക്ക് ആ മണിയനെന്ന് പറഞ്ഞ അങ്ങനെ 500 രൂപ തന്നു, ആശുപത്രി കൊണ്ട് കാണിക്കും. ഞാൻ കല്യാണി ആശുപത്രിയിൽ 4500 രൂപ. അതിന് ഇത് എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ, അല്ല കൊച്ചു കുട്ടിയെ പോലും പോകാൻ പറ്റാത്ത രീതിയാണിപ്പോൾ. ഈ റെസിഡൻസ് അസോസിയേഷനിലെ 100 കണക്കിന് ആളുകൾ ചേർന്ന് വലിയ രീതിയിലൊരു മാസ് പെറ്റീഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതുവരെയും ഈ നിമിഷം വരെയും നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവർ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഇത്തരത്തിൽ മൃഗസ്നേഹത്തിന്റെ പേരിൽ നാട്ടുകാരെ ഉപദ്രവിക്കുന്ന രീതിയിൽ തെരുവ് നായ്ക്കളെ വളർത്തുന്നതിനോട് ഞങ്ങൾക്കും വിയോജിപ്പാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത ഡോക്ടർ രാധാകൃഷ്ണന്റെ വീട്ടിലാണ് ഞാനുള്ളത്. അദ്ദേഹം വലിയ രീതിയിൽ പരിക്ക് പറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ശരിക്കും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു സാഹചര്യം ഉണ്ടാകാൻ മാത്രം എന്താണ് ഈ തെരുവ് നായ്ക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നം? ഞാനൊരു പൊതുജനാരോഗ്യ പ്രവർത്തന മേഖലയിലുള്ള ആളാണ്. അപ്പോൾ എൻ്റെ വീടിനടുത്ത് ഉള്ള ഒരു അനധികൃതമായിട്ട് പട്ടികളെ വളർത്തുന്നു, ആഹാരം കൊടുക്കുന്നു. റോഡിൽ അവർക്കൊരു ഷെൽട്ടറൊന്നും കൊടുക്കാതെ റോഡിൽ വെച്ച് ആഹാരം കൊടുക്കുന്നു. അങ്ങനെ അവിടെ ഒരു ഏകദേശം ഒരു 20ഓളം പട്ടികൾ തമ്പടിച്ച് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് നമ്മുടെ ഇവിടെ റോഡിൽ ഗതാഗതത്തെ ഉള്ള തടസ്സം ഉണ്ടാക്കുന്നു. ഒപ്പം തന്നെ ആൾക്കാരെ പേടിപ്പിക്കുന്ന രീതിയിൽ, ഭയാശങ്ക ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ പട്ടികളുടെ ഓട്ടവും ചാട്ടവും. രാത്രിയായി കഴിഞ്ഞാൽ ഒരു പട്ടി, വെളിയിലുള്ള ഒരു പട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ ഈ മറ്റു പട്ടികളും കൂടെ ചേർന്ന് ഈ പട്ടിയെ കടിച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ, ഭീതി ഉണ്ടാക്കുന്ന അവസ്ഥ. അതിൽ വരെ കൊച്ചു മക്കളും യാത്രക്കാരും പോകുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഈ റോഡ് പിന്നെ നമ്മൾ ശൂന്യമായിട്ട് കിടക്കണം, ആർക്കും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ കിടക്കുന്നത്. അതിനെല്ലാം കാരണം നമ്മുടെ D2, നമ്മുടെ ശ്രീദേവി നഗറിലെ D2-ലുള്ള താമസക്കാരായ കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ചേർന്നാണ് ഈ സംവിധാനം
അവർ വെച്ച് നടത്തുന്നത്. അതിൻ്റെ മൃഗസ്നേഹം എന്ന് പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ മനുഷ്യവിരുദ്ധ പ്രവർത്തനമാണ്. മനസാക്ഷിയെ വെറുപ്പിക്കുന്ന ഒരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരവധി കുട്ടികൾ, കൊച്ചുമക്കളും പിന്നെ വൃദ്ധരായ സ്ത്രീകളും ഒക്കെ തന്നെ ഇതിൻ്റെ പീഡനത്തിന് വിധേയരായി ഈ പട്ടി കടിച്ച് വളരെയധികം വിഷമം അനുഭവിച്ചിട്ടുണ്ട്. ആ അവസരത്തിൽ ഇതിനെല്ലാം എൻ്റെ മനസ്സിലുള്ള അവസരത്തിലാണ് ഞാൻ കാറിലാണ് യാത്ര ചെയ്യുന്നത് അങ്ങോട്ട് പോകുമ്പോൾ. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ വന്നവിടെ ഒരു ആവശ്യമായിട്ട് എൻ്റെ ഒരു സ്വകാര്യ ആവശ്യത്തിന് ഞാൻ പോകുമ്പോൾ ഈ പട്ടിക്ക് അവർ ഫീഡ് ചെയ്ത് നിൽക്കുന്നു. ഏകദേശം 20ഓളം പട്ടികൾ ഇങ്ങനെ കൂട്ടത്തോടെ കിടന്ന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ അവരോട് ഇത് ചെയ്യുന്ന നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇത് ഒന്നുകിൽ നിങ്ങൾ ഷെൽട്ടർ ഉണ്ടാക്കി പട്ടികളെ സംരക്ഷിക്കുക, ഇല്ലാതെ ഈ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഈ പട്ടികൾ മറ്റുള്ള പ്രദേശത്തുള്ള പട്ടികൾ ഇവിടെ വന്ന് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തിക്കുന്ന നിയമവിരുദ്ധമായ കാര്യമാണ്. അതുപോലെ തന്നെ ഒരു പട്ടിക്ക് റാബീസ് ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്രയും പട്ടികൾക്ക് പകരും. അത് നാട്ടുകാരെ മുഴുക്ക ബാധിക്കും. നമ്മളെ നാട്ടുകാരെ മുഴുക്ക പേപ്പട്ടി കടിക്കേണ്ട ഒരവസ്ഥയുണ്ടാവും. ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അവരോട് സംസാരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവർ ആക്രോശിച്ചുകൊണ്ട് നീ ആരടാ ഇതൊക്കെ പറയാൻ, നീ എവിടത്തുകാരനേടാ എന്ന് പറഞ്ഞ് അസഭ്യമായി നമ്മുടെ ഒരു പൊതുസമൂഹത്തിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള അസഭ്യ വാക്കുകളൊക്കെ തന്നെ അവർ പ്രയോഗിച്ചു. അതിൽ എനിക്ക് അവരുടെ സംസ്കാരം മനസ്സിലായതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഇവിടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, നിങ്ങൾ ആണുങ്ങളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഭർത്താവ് കൃഷ്ണകുമാർ വലിയൊരു തടിയുമായിട്ട് എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നു. ഈ സംഭവത്തിന് ശേഷം ഞാൻ ഒരു 100 മീറ്റർ അപ്പുറത്താണ് നമുക്കിവിടെ ഒരു പൊതുസേവന കേന്ദ്രം, ഓൺലൈൻ സെൻ്റർ ഉണ്ട്. അപ്പോൾ ആ ആവശ്യത്തിനാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോൾ അവിടെ പോയി ഞാൻ കുറച്ച് ഡേറ്റയൊക്കെ കുനിഞ്ഞു നിന്ന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തെ എൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഇയാൾ ഒരു 5 മിനിറ്റ് കഴിയും, ഈ സംഭവത്തിന് ശേഷം 5 മിനിറ്റിന് ശേഷം ഇയാളൊരു ഹെൽമെറ്റ് കൊണ്ട് ഞാൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ എന്നെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം ഞാൻ നിലത്തി വീണ എന്നെ കൈകൊണ്ട് 7-8 പ്രാവശ്യം ചെവിട്ടത്തടിച്ചു. പിന്നെ നിന്നുകൊണ്ട് തന്നെ ഇയാൾ എന്നെ സ്വകാര്യ ഭാഗത്ത് എൻ്റെ നെഞ്ചിലും പിന്നെ വയറിലുമൊക്കെ നിരവധി തവണ ചവിട്ടി. അങ്ങനെ ഞാൻ ബോധം കിട്ടി ഏകദേശം ഒരു 10-15 മിനിറ്റ് കിടന്നു. അപ്പോൾ അവിടെ പരിസരത്ത് പിന്നെ ഓൺലൈൻ സെൻറ്ററിൽ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ കുട്ടിയും വേറൊരു കുഞ്ഞു മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കുഞ്ഞു മോനാണ് ഞാൻ കിടക്കുന്നത് വീട്ടിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വെള്ളം കൊണ്ട് മുഖത്ത് തളിച്ചു, വെള്ളം കൊണ്ട് തന്നു. അങ്ങനെയാണ് ഞാൻ ഉണർന്നത്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ കരമന പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തു. അതിന് അവർ അനന്തര നടപടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഏതായാലും വലിയ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. കാരണം ഈ പ്രദേശം ആകെ 1-2 അല്ല, നിങ്ങൾ കണ്ടതാണ്, 10-ലധികം തെരുവ് നായ്ക്കളാണ് ഞങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ തന്നെ കണ്ടത്. അപ്പോൾ ഏകദേശം ഇത്രത്തോളം തെരുവ് നായ്ക്കളുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇതിനെയൊക്കെ സംരക്ഷിക്കാമോ, ഒക്കെ തെരുവ് നായ്ക്കളെ സംരക്ഷണം ഒക്കെ നല്ല കാര്യം തന്നെയാണ്, മൃഗസ്നേഹം നല്ലതാണ്. പക്ഷേ എങ്കിൽ പോലും ജനങ്ങളുടെ ഭീഷണി ജനങ്ങളുടെ ജീവൻ തന്നെ ഭീഷണിയാകുന്ന രീതിയിൽ ഇത്തരത്തിൽ തെരുവ് നായ്ക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടുകാരടക്കം തന്നെ പ്രതികരിക്കുന്നു. ഈ നാട്ടുകാരൊക്കെ തന്നെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ വ്യക്തി അത്രത്തോളം സ്നേഹിക്കുന്നവരാണ്. അദ്ദേഹത്തിന് എല്ലാ തരത്തിലുമുള്ള മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നവരാണ്. കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നം നടക്കുന്നത്? മാം ഒക്കെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നവരാണല്ലോ അല്ലെ? ഓക്കെ, ഈ രാധാകൃഷ്ണൻ ഇദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത്? കാരണം വേറെ ഏതൊരു വ്യക്തിക്ക് വന്നാലും നമ്മൾ ഇത്രയും മാത്രം പ്രതികരിക്കില്ലായിരുന്നു. ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ആരെയും ഒന്നും പറയുകയോ ഒന്നും സൽസ്വഭാവിയായ ഒരു മനുഷ്യനാണ്. കാരണം അസോസിയേഷനിൽ ഞങ്ങള് 5-6 വർഷം വരെ അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഞാനന്ന് ജോയിന്റ് സെക്രട്ടറിയാണ്. പ്രസിഡന്റ് ശ്രീമതി സുഗന്ധിയൊക്കെ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഇതിനകത്ത് പ്രവർത്തിക്കുമ്പോഴൊക്കെ നമുക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് പ്രതികരിക്കുന്നത്. കാരണം ഇതിന്റെ D ബ്ലോക്കിൽ 7-ലാണ് ഞാൻ താമസിക്കുന്നത്. എന്റെ വീട്ടിൽ എനിക്ക് പോവാനും വരാനും വയസ്സായ നമ്മളൊക്കെയാണ്. പട്ടികളെ പറയുമ്പോൾ മൃഗസ്നേഹം കൂടിയതുകൊണ്ടാണ്. ആഹാരം കൊണ്ട് കൊടുക്കുന്ന പേപ്പറുകൾ ഞങ്ങളെ വീട്ടിന്റെ ആ ഇടയ്ക്കുള്ള ഇന്റർലോക്ക് ഇട്ടങ്ങനെ വഴിയിലോട്ട് പേപ്പർ കൊണ്ടുവച്ച് ആഹാരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ നാട്ടുകാർ ഒന്നടക്കം വലിയ രീതിയിൽ ചേച്ചിക്ക് കടിയേറ്റിട്ടുണ്ടോ? നമുക്ക് കടിയേറ്റിട്ടില്ല. മെനഞ്ഞാന്ന് ഞാൻ ഇതുവഴി വരുമ്പോ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ എന്നെ രാത്രി 9 മണിക്ക് സ്കൂട്ടറിൽ നിന്ന് പട്ടി ഓട്ടിച്ച് ഞാൻ ചറുകി വന്ന് അവിടെ വീഴുന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും വലിയ പിന്നെ പ്രീത, കൃഷ്ണകുമാർ, അംബിക, പിന്നെ സുഭാഷ് എന്ന് പറയുന്നത് ഇവരാണ് ഈ പട്ടിയെ സേവിക്കുന്നത്. ഈ പട്ടി പിടുത്തക്കാർ വരുമ്പോൾ ഈ സുഭാഷ് എന്ന് പറയുന്നത്, അംബി എന്ന് പറയുന്നത് അവരെ കാമ്പൗണ്ടിനകത്ത് ഈ പട്ടി അണച്ചങ്ങ് വയ്ക്കും. അത് കഴിഞ്ഞ് എനിക്കൊരു ഇടയിലൊരു പ്രശ്നമുണ്ട്, ഒരു ഇടവഴി. അത് എൻ്റെ വഴിയെ തടഞ്ഞു നിർത്തി എന്നെ അടിക്കാൻ വരക്കോ എൻ്റെ ഭർത്താവിനെ ഈ പ്രീത എന്ന് പറയുന്നത്, ഈ അംബിക എന്ന് പറയുന്നത് എന്നെ ഈ നാട്ടുകാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീടിന്റെ തൊട്ടടുത്താണ് അവർ താമസിക്കുന്നത്. എന്നെ ചുമ്മാ അടിക്കാൻ വരക്കാം. ഞാൻ ഇതിനിടയിൽ കോർപ്പറേഷനിൽ പരാതി കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഏതറ്റം പോയാലും കോർപ്പറേഷൻകാർ എൻ്റെ വശത്താണ്,
അതുകൊണ്ട് നീ എന്ത് തന്നെ പോയാലും അത് നടക്കില്ല. അങ്ങനെ ഞാൻ ഒരു കോർപ്പറേഷനിൽ ഒരു പരാതി എടുത്തപ്പോൾ ആ സ്ഥാനത്ത് എന്തോ പറഞ്ഞ് അതിനെ മാറ്റി വിട്ടു. ഇത്രയും ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഈ 3 പേരെയും കൊണ്ട്. അത്രയും ബുദ്ധിമുട്ട് ഈ പ്രീത, അംബിക, ഈ സുഭാഷ് എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് ഭയങ്കരമായിട്ട് നമ്മുടെ ഇത് വളർന്നു വന്നാൽ ഇത് ഇവിടെ ശ്രീഗുണ്ടായിസം വരും. അതിനെ ഒന്ന് അവസാനിപ്പിക്കണം. പട്ടികളെ ഒന്ന് ഇതാക്കണം. എൻ്റെ വഴികളെ തടഞ്ഞു നിർത്തി എന്നെ പോകാൻ സമ്മതിക്കാതെ ലോറിയിൽ മണ്ണും ചെടിച്ചട്ടി എല്ലാം വാരിയിട്ടൊക്കെയാണ്. അത് കോർപ്പറേഷനിലെ സാറ് വന്നപ്പോഴത്തേക്കും അത് കണ്ടായിരുന്നു. സാറും അപ്പോഴത്തേക്കും പിന്നെ കംപ്ലൈൻറ്റ് അടിച്ചിട്ടുണ്ട്. കാര്യം ഈ സ്ത്രീയുടെ അടുത്ത് ഒന്നിനും പോകാൻ പറ്റൂല, ഭയങ്കര പ്രശ്നമാണ്. ഈ കുടുംബം എന്ന് പറയുന്നത് ശരിക്കും ഈ നഗറിന് മാത്രമല്ല ഈ സമൂഹത്തിന് തന്നെ ദ്രോഹം ചെയ്യുന്ന ഒരു കുടുംബമാണ്. ഇവരുടെ വീട്ടിലെ പട്ടി വളർത്തുന്നതാണ് ഞങ്ങൾക്ക് വഴി നടക്കാൻ നിവൃത്തിയില്ല. എൻ്റെ വീട്ടിൽ രാത്രി മിക്കവാറും ദിവസങ്ങളിൽ ഈ പട്ടി ചാടി വന്നിട്ട് അക്രമം കാണിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് ഞങ്ങളുടെ അസോസിയേഷൻ സെക്രട്ടറി വരെയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു നടപടി ഇതുവരെയും വന്നില്ല. പട്ടിയെ പിടിക്കാൻ പല പ്രാവശ്യം ഇവിടെ ആൾ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം പട്ടിയെ പിടിച്ച് വീട്ടിനകത്ത് ഇട്ടിട്ട് ഇവർ ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത്. സ്ത്രീകൾ ചോദ്യം ചെയ്താൽ പുരുഷന്മാരുമായി ചേർത്ത് അനാവശ്യ കഥകൾ പറയുന്നു. പുരുഷന്മാർ ചെന്നാൽ അവരെ റേപ്പ് ചെയ്യാൻ പോയെന്ന് പറയുന്നു. അപ്പോൾ ഈ രീതിയിൽ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ തുറന്നു പോകേണ്ടത്? അപ്പം എനിക്കൊരു സംശയം എന്താ ഉള്ളത്, പട്ടിയെ പിടിക്കാൻ വരുമ്പോൾ പട്ടിയെ പിടിച്ചകത്തിട്ട് ഞങ്ങൾ എല്ലാവരെയും ഇതിനകത്തെത്തുമ്പോൾ അവിടെ എന്തെങ്കിലും രഹസ്യ ബിസിനസ് വല്ലതും ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇത്രത്തോളം ഞങ്ങൾ നഗറിലുള്ള ആൾക്കാർ ഇങ്ങനെ അകറ്റി വയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. നഗറിനകത്തുള്ള ഒരു കുടുംബമാണ്, അവരും ഞങ്ങളെ അകറ്റി വയ്ക്കുന്നു. പട്ടി അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നെങ്കിൽ അവിടെ എന്തെങ്കിലും രഹസ്യ ബിസിനസ് ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഈ നാട്ടുകാർ അല്ലെങ്കിൽ പ്രദേശവാസികൾ അല്ലെങ്കിൽ ഇവിടെയുള്ള റെസിഡൻസ് അസോസിയേഷനിലെ ഓരോ അംഗങ്ങളും പറയുമ്പോൾ അവർക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ തെരുവ് നായുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ളൊരു പ്രശ്നം തന്നെ ഇവിടെ നടന്നിരിക്കുന്നു. എന്നാൽ ഇതിനൊക്കെ മറ്റൊരു വശം എന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് കരമന പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയ ഇദ്ദേഹത്തിന് വീണ്ടും മറ്റൊരു പരാതി അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ തിരിച്ചുപദ്രവിക്കാൻ ചെന്നു എന്നുള്ള രീതിയിലുള്ള പരാതിയാണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും സത്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയട്ടെ. പക്ഷെ തെരുവ് നായ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള നടപടി എടുക്കാൻ ഇവിടുത്തെ നഗരസഭ അധികൃതർക്ക് കഴിയട്ടെ. തെരുവ് നായ്ക്കളെ ഇത്തരത്തിൽ വലിയ രീതിയിൽ വളർത്തുന്നത് ദോഷകരമാണ്. ഈ പ്രദേശം ആകെ ശരിക്കും ഒരുപക്ഷെ പേവിഷബാധ അടക്കമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവിടെ എന്തായാലും ഒരു ആരോഗ്യ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരു ആളാവുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് പറയാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിനാണ് ഈ ക്രൂരമായ രീതിയിലുള്ള മർദ്ദനം എത്തിക്കുന്നത്. കൃത്യമായ നടപടിയെടുക്കാൻ ഇവിടുത്തെ അധികാരികൾക്ക് കഴിയട്ടെ. ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ബിൽവൻസൻ, വിസ്മയ ന്യൂസ്.